കണ്ണൂർ എയർപോർട്ട് നഷ്ടത്തില, കാലിക്കറ്റ് എയർപോർട്ട് നഷ്ടത്തിൽ. ആകെ ലാഭത്തിൽ പോകുന്നത് കൊച്ചിൻ എയർപോർട്ടും തിരുവനന്തപുരം എയർപോർട്ട്. ഈ 2 എയർപോർട്ടുകൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്ഥലം എടുക്കാനില്ല. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഗവൺമെൻറ് ലാൻഡാണ്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ പ്രാധാന്യം ഉണ്ടാവുകയും ഇതേപോലെ ഏവിയേഷൻ ഹബ്ബായി വരികയും ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് എയർലൈൻസിൻ്റെ റിപ്പയറും മറ്റുള്ള ഫെസിലിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടായിട്ട് ഈ കുടുംബൻ ചന്ദനപ്പള്ളി അങ്ങ് മാറും. ഈ പറയുന്ന പിണറായി വിജയൻ ഇത്രയും വർഷം, ഇപ്പം 10 വർഷം ഭരിക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ഈ ലാൻഡ് ഗവൺമെൻറ്റിൻ്റെയാണ്, ഏതെങ്കിലും ഗ്ലോബൽ കമ്പനിക്ക് കൊടുക്കാവും. ഒരു കാരണവശാലും കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഓട്ടോണമസ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കരുത്. അതിലേറ്റവും വലിയ തെളിവാണ് കണ്ണൂരിലെ ഫ്ലോപ്പ്. അതുപോലെ ഫർദർ എക്സ്പാൻഷൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്തൊരു എയർപോർട്ടായി കൊച്ചി മാറി. ഏതെങ്കിലും നല്ല ഗ്ലോബലായിട്ടുള്ള കൺസൾട്ടൻറ്റ് കമ്പനിക്ക് അവർക്കാണ് ഈ ഓപ്പറേഷൻസും അതായത് മുഴുവനും കൊടുക്കേണ്ടത്. ആ രീതി വരുവാണെങ്കിൽ ഈ 4-5ഓളം ജില്ല കണക്ട് ചെയ്ത് ഈ എയർപോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാഫിക്കുള്ള ഒരു എയർപോർട്ടായിട്ട് ഇതങ്ങ് മാറും.